ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട റോസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 4 മുട്ടയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മുട്ട ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് ഇനി പൊട്ടണം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മസാലയായിട്ടുള്ള ഗ്രാമ്പു, പട്ട, പെരിഞ്ചീരകം, ചെറിയ ജീരകം എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പിട്ട് കൊടുക്കുന്നത് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സവാളയുടെ നിറമൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെയല്ല, കുറച്ചുകൂടി നന്നായിട്ട് വേവണം. സവാള വേവുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ സവാള എത്രത്തോളം നന്നായിട്ട് വെന്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം. ആ സമയം കൊണ്ട് നമ്മളൊരു ചെറിയ ഇഞ്ചി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 വെളുത്തുള്ളിയും ചതച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ചെറിയ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഈ സവാളയിൽ കിടന്ന് നന്നായിട്ട് വേവണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും എരിവിൻ്റെ അനുസരിച്ച് പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തക്കാളിയും കൂടി ഈ സമയം ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് മസാലയ്ക്കൊപ്പം കിടന്ന് വെന്ത് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. തക്കാളി നന്നായിട്ട് വഴറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വെന്ത് അതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ ഇട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം, ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. വെള്ളം ഗ്രേവിയൊക്കെ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഉപ്പ് എരിവൊക്കെ നമ്മൾ പാകമാണോ എന്നൊക്കെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിന് മാറ്റി കൊടുക്കുക. ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തേക്കുന്നത്. അത് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് നേരത്തെ കീറി വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കീറി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് മസാലയൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ മുട്ട റോസ്റ്റ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുക.